വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് മാർച്ച് 20 നമ്മൾ വടയമ്പാടി ഭഗവതി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എടുത്തൊരു വീഡിയോ ആണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് എ മന്ത് കഴിഞ്ഞു. അതിന് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഏകദേശം ഒരു 3:30യോടെയാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഓൾമോസ്റ്റ് സ്റ്റേജിൽ കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ കൂടെ കുറേ ചെയേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചെയേഴ്സിൽ എല്ലായിടത്തും ആൾക്കാർ സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. 3:30 മുമ്പേ ആൾക്കാർ സീറ്റ് പിടിച്ച് അവിടെ ബുക്ക് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ചൂടായിരുന്നു. മാർച്ചൊക്കെ ആയപ്പോഴത്തേന് സമ്മർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ചൂടായിരുന്നു. പക്ഷേ ചൂടത്തും ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി പോയേക്കായിരുന്നു. അവിടെ ചായ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും പതുക്കെ വെയിലൊന്ന് മാറി. അപ്പോഴേക്കും ഓൾമോസ്റ്റ് ക്രൗഡ് വന്നിട്ട് സ്റ്റേജ് നമ്മളെ ചെയേഴ്സ് ഫുള്ള്. ഇൻസ്റ്റഗ്രാമിൽ ഓരോരോ റീൽസ് കണ്ടിട്ടാണ് ഞാൻ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഫാനാവുന്നത് ആക്ച്വലി. അപ്പോൾ എനിക്കൊരു പ്രോഗ്രാം കാണണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ വടയമ്പാടിയിൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാനും ഫാമിലി, പിന്നെ വിഷ്ണുവിൻ്റെ ഫാമിലി, വിഷ്ണുവിൻ്റെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ ഒരു പഞ്ചായത്തിലേക്കുള്ള ആൾക്കാർക്കുള്ള സ്ഥലം എല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഒരു റോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. കേരളത്തിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഭജൻസ് ടീമാണ് നന്ദഗോവിന്ദം ഭജൻസ്. അവരുടെ പ്രോഗ്രാംസ് എല്ലാം എസ്പെഷ്യലി ടെമ്പിൾസിലാണ് വരാറുള്ളത്. ഭജൻസ് ഭയങ്കര വൈറലാണ് നൗഡേയ്സ്. കോട്ടയത്താണ് മെയിൻലി ഇവരുടെ ഒറിജിൻ. പിന്നെ ഇവർ സ്റ്റാർട്ട് ചെയ്തത് ഓൾമോസ്റ്റ് ഒരു ഏർലി 20s സ്റ്റാർട്ട് ചെയ്ത് 2000s സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ കറൻ്റ്ലി നോ ദേ ആർ ആക്റ്റീവ് ഇൻ ഇന്ത്യ, UAE ആൻഡ് കാനഡ ഓൾസോ. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഭജന സോങ്ങും അതിൻ്റെ കൂടെ തന്നെ ഫിലിം സ്റ്റൈൽ ട്യൂൺസും പ്ലസ് ക്ലാസിക്കൽ ആൻഡ് ഫ്യൂഷൻ എലമെൻസും ആഡ് ചെയ്തിട്ടാണ് ഇവർ പ്രോഗ്രാം ചെയ്യുന്നത്. കൂടുതലും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ കുറേ ഡാൻസിൻ്റെ പ്രോഗ്രാമിൻ്റെ സോങ്സ് ആയിരുന്നു കൂടുതലും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓൾമോസ്റ്റ് ഇങ്ങനെ ഭക്തിഗാനങ്ങൾ കേൾക്കുന്നത് വളരെ കുറവാണ്. പക്ഷേ നന്ദഗോവിന്ദം ഭജൻസിൽ ഓൾമോസ്റ്റ് പാടിയ എല്ലാ സോങ്സും തന്നെ എനിക്കറിയായിരുന്നു. കാരണം എൻ്റെ ഡാൻസിൻ്റെ പ്രോഗ്രാമിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓൾമോസ്റ്റ് കുറേ സോങ്സ് എൻ്റെ ശിവൻ്റെ എനിക്ക് പർട്ടിക്കുലർ ഞാനൊരു 6-7 ടൈംസ് അടുപ്പിച്ച് ശിവനായിട്ട് തന്നെ പെർഫോം ചെയ്യാറുണ്ടായിരുന്നു. ആ ശിവൻ്റെ സോങ്, അതായത് ആ പെർഫോമൻസിൽ നമ്മൾ യൂസ് ചെയ്ത സെയിം സോങ് തന്നെ ഈ ഭജൻസ് ടീമിൻ്റെ സമയത്തും പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എനർജി ഗ്രൂപ്പ് സിംഗിങ് ആണ്. നമ്മളുടെ ഗ്രൂപ്പ്, നമ്മുടെ ക്രൗഡ് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇവരുടെ പെർഫോമൻസിൻ്റെ കൂടെ പാടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവർ വടയമ്പാടി ക്ഷേത്രത്തിൽ വന്ന സമയത്ത് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു മെഗാ തിരുവാതിര ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് തിരുവാതിരയിൽ പാടിയിട്ടുണ്ടായിരുന്ന ഒരു സോങ് ഒന്ന് ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ്, ഈ പെർഫോമൻസ് നടത്തിയ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇവർ ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഇവർ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് തന്നെ. മറ്റൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ഭയങ്കര ഷാർപ്പ് ടൈമിലായിരുന്നു. ബിക്കോസ് ഇവരുടെ ടീം നേരത്തെ വന്നിട്ട് ഇവരുടെ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ വന്നു, ചെറിയൊരു ഇനോഗ്രേഷൻ പോലെ വിളക്ക് കത്തിച്ചിട്ടാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തത് പ്രോഗ്രാം. അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം നടന്നിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് സ്ക്രീൻസ് ഉണ്ടായിരുന്നു. സ്ക്രീൻസ് എല്ലാം സ്റ്റേജിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും സ്ക്രീൻസ് ഉണ്ടായിരുന്നു. സോ നമുക്ക് കുറച്ചും കൂടി വിസിബിൾ ആയിട്ട് എല്ലാം കാണാനായിട്ട് പറ്റി. കാരണം ക്രൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ക്രൗഡായിരുന്നു. നമ്മൾ ഈ മണ്ണിട്ടാൽ നിലത്ത് വീഴില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുപോലെ ഒരു ക്രൗഡായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു VIP പാസ് എങ്ങനെയെങ്കിലും ഒപ്പിക്കുക. നമുക്ക് കുറേ സെർച്ച് ചെയ്തിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ചെല്ലുവാണെങ്കിൽ കുറച്ച് നേരത്തെ ചെല്ലാം. 7 മണിയുടെ അല്ലെങ്കിൽ 7:30 പ്രോഗ്രാമിനൊക്കെ ആണെങ്കിൽ 3 മണിക്കൊക്കെ ഓൾമോസ്റ്റ് ആൾക്കാർ വന്നിട്ട് ബുക്ക് ചെയ്തിട്ടിരിക്കുന്നത്. കുടയെല്ലാം പിടിച്ചിട്ടായിരുന്നു വെയിലത്ത് വന്നിരുന്നത്. പക്ഷേ അതെല്ലാം നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തത് ഭയങ്കര വേർത്തായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. നമുക്ക് ഒരിക്കലും അത് കണ്ടിട്ട് ഒരു ബുദ്ധിമുട്ടോ നമ്മൾ കണ്ടത് വെറുതെ ആയെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല. അതുപോലെ ഭയങ്കര ഒരു അടിപൊളി ഞാൻ പറഞ്ഞായിരുന്നു ആയിരുന്നില്ല. ഞാൻ കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കണ്ടു.
ഓൾമോസ്റ്റ് ഒരു 10:30 ആയപ്പോഴേക്കാണ് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പോലീസ് എല്ലാം വന്ന് ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു ക്രൗഡിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അതുമാതിരി ക്രൗഡായിരുന്നു. ഫസ്റ്റ് സെക്ഷനെ റിലീസ് ചെയ്തതിന് ശേഷമാണ് സെക്കൻഡ് സെക്ഷൻ റിലീസ് ചെയ്തത്. അവർ ഫ്രണ്ടിൽ നിന്നാണ് റിലീസ് ചെയ്തത് ഫസ്റ്റ്. സോ എനിക്ക് അതുമാത്രം കുറച്ച് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നി. സാധാരണ ബാക്കിൽ നിന്നാണ് റിലീസ് ചെയ്യുന്നത്. പിന്നെ പ്രോഗ്രാം എല്ലാം കണ്ട് നമ്മൾ പതുക്കെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ്